ആയിരിക്കും. നമ്മളോടൊപ്പം ആതിര ജയനും കീർത്തന കേശവനും കൂടി ചേരുകയാണ്. ആതിര, ഇനി അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആ ഘോഷയാത്രയുടെ ഒരു പകിട്ടു കാണാൻ വേണ്ടി അവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഉണ്ട്. നമുക്ക് ലബി സജീന്ദ്രനെയും അശ്വതി പിള്ളയും കീർത്തന കേശവനെയും ആതിര ജയനെയും ഒക്കെ ഒരൊറ്റ ഫ്രെയിമിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ വിശദമായി നമുക്കിനി ആഘോഷ കാഴ്ചകളെ കുറിച്ച് പറയാം. തീർച്ചയായും മാധു, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു പുരുഷാരത്തിന് നടുവിലാണ്. ഈ ഗ്രൗണ്ടിൽ എല്ലാവരും തന്നെ ആ ഓണാഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷത്തിന് തുടക്കമായി ഞങ്ങൾക്ക് പിന്നിൽ അത്തപ്പതാക ഉയർന്നു കഴിഞ്ഞിരുന്നു. ഈ നീങ്ങുന്ന ആൾക്കൂട്ടത്തെ തന്നെ കണ്ടാൽ അറിയാം, ഈ കലാരൂപങ്ങളെയും ഘോഷയാത്രയും കാണാനായി നിരനിരയായി ആൾക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന് ഇരുവശവും എല്ലാം ആൾക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മിഴി നിറയുന്ന കാഴ്ചകളാണ്. വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് തുടക്കമാവുകയാണ്. ആ കാഴ്ചകളെല്ലാം നമ്മളിപ്പോൾ തന്നെ നിങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഓരോരുത്തരായി ഓരോ കലാരൂപങ്ങളായി ഞങ്ങൾക്ക് പിന്നിൽ കാണുന്നത് ഈ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വരികയും നഗരം ചുറ്റി തിരികെ ഇവിടെ എത്തുകയും ചെയ്യും. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുകയാണ്. ഒന്നിലധികം അത്തച്ചമയം കണ്ടിട്ടുള്ള ശ്രുതിയും ആദ്യമായി കാണാൻ പോകുന്ന രണ്ടുപേരും എനിക്കൊപ്പമുണ്ട്. ശ്രുതി, എങ്ങനെയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഈ ഘോഷയാത്രയുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ ആദ്യം വന്ന് കണ്ടപ്പോൾ തിരക്ക് കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ തിരക്ക് കുറവാണെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നുള്ളത് ഇപ്പോൾ ഈ ഘോഷയാത്ര തുടങ്ങുമ്പോൾ മനസ്സിലായി. ആ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി തിരക്ക് സാധാരണ കാണുന്ന പോലെ തന്നെ നല്ല തിരക്കുണ്ട് എന്നുള്ളത്. ആ തിരക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ കാത്തിരുന്ന ആ ദൃശ്യവിരുന്നാണ് ഇപ്പോൾ ഇതെങ്ങനെ ഘോഷയാത്രയായി നീങ്ങി തുടങ്ങുകയാണ്. ആ തുടക്കത്തിൽ നിന്ന് നമുക്ക് ചമയങ്ങൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര വെറൈറ്റി ഉണ്ട്, സർപ്രൈസുകളുണ്ട്. ആ സർപ്രൈസ് ഇങ്ങനെ നീങ്ങി ഘോഷയാത്ര ഇവിടെ 4 കിലോമീറ്ററോളം ചുറ്റി നടന്ന് വടക്കേക്കോട്ടയം കഴിഞ്ഞ് വീണ്ടും തിരിച്ചെത്തുന്ന വരെയുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകൾ കാത്തിരിക്കുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൽ ചമയങ്ങൾ നമ്മൾ കണ്ടു, അതിന് നീങ്ങി തുടങ്ങുകയാണ് അശ്വതി. അതെ, ഞാൻ ഒഴുക്കിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഒരു കുറച്ച് സമയം മുമ്പ് ഒരൊഴുക്ക് ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒരു വലിയ ഒഴുക്ക്, നമ്മൾ ആ ഒഴുക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഒഴുക്ക് ഇത് പുറത്തേക്ക് പോവാണ്. കാരണം അല്പസമയത്തിനകം തന്നെ ഗംഭീര ഘോഷയാത്ര പുറത്തേക്ക്, അത്തച്ചമയ ഘോഷയാത്ര പുറത്തേക്ക് എത്തും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഗ്രൗണ്ടിലുള്ളവർ പുറത്തേക്ക് എത്തുകയാണ്. ഇതിനപ്പുറത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തുമായിട്ട്, റോഡിന് ഇരുവശത്തുമായി ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നു. ഈ വീട്ടിലൊക്കെ താമസിക്കുന്ന, ഇതിന് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തൊരു ഭാഗ്യമാണെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. വീടിന്റെ ടെറസിലൊക്കെ ഇരുന്ന്, ബാൽക്കണിയിലൊക്കെ ഇരുന്ന് നല്ല സുഖമായി വെയിലും മഴയും ഒന്നും കൊള്ളാതെ എല്ലാം നല്ല വിശദമായി കാണാവുന്ന രീതിയിൽ അവരെല്ലാം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പല ഭാഗങ്ങളിൽ നിന്നായി ഈ വീടുകളിലേക്കൊക്കെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഈ ഓണത്തിന്റെ ചമയ ആഘോഷം തുടങ്ങുമ്പോഴേക്കും അവിടെ ഉണ്ടാവുന്നത്. ഒപ്പം നമ്മുടെ ഓണാഘോഷങ്ങളുടെ ഒരു തുടക്കം എന്നോണം തന്നെ എല്ലാ ആളുകളും അവരുടെ ഒരു ശരീരവും മനസ്സും ഒക്കെ ഓണത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? അങ്ങനെയല്ലേ കീർത്തന? തന്നെയാണ്. ഞാനിപ്പോ അശ്വതി പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോ നോക്കുമ്പോൾ നമ്മുടെ ഈ റോഡിന് അപ്പുറത്തുള്ള വീട്ടുകാർ മൊത്തം ഒരു ടെറസിൽ കയറി നിന്നിട്ട് ഇത് മൊത്തം കാണുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് ഈ അത്തച്ചമയം എന്ന്. പക്ഷേ ഇതിൽ ഈ തിരക്കിനപ്പുറം ഏറ്റവും ഭംഗി എന്ന് പറയുന്ന ഈ ഓരോരുത്തരും ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത ചമയങ്ങളാണ്. എന്തൊരു ഭംഗിയായിട്ടാണ് അവർ അണിഞ്ഞു വരുന്നത്. എത്രത്തോളം ആവേശത്തിലും സന്തോഷത്തിലാണ് ഓരോ ടീമുകളും എത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഓണത്തെ അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ വരവേൽക്കുകയാണ്. ഈ വെയിലൊന്നും വകവെക്കാതെ ആളുകളുടെ വിശ്വറിയൊക്കെയോട് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥയുടെ കാര്യം ഒന്ന് എടുത്തു പറയണം. ആദ്യം ഒരു മഴ, ചെറിയൊരു മഴ, ഒന്ന് നനച്ചു പോയി. ഇവിടെ ഒക്കെ കുറച്ച് ചെളിയൊക്കെ ആയി. അത് കഴിഞ്ഞപ്പം വെയിലെന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാത്ത പോലെ വെയില്. അപ്പൊ വീണ്ടും ഒന്ന് വെയിൽ താഴുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ മഴ പെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെ പറ്റിക്കുന്ന ഒരു കാലാവസ്ഥയാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഘോഷയാത്ര തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിൽ പോകുന്നതായിരിക്കും നല്ല. മഴയാണെങ്കിൽ അതിന്റെ ഭംഗിയൊക്കെ പോകും, അല്ലേ ആതിര? ശരി, 10 മണിക്ക് തന്നെ വിശറിയൊക്കെ ആയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. നല്ല വെയിലും ഉണ്ട് ഇനി, പക്ഷെ മഴ പെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ഘോഷയാത്രയൊക്കെ കാണാൻ കഴിയുന്നൊരു സാഹചര്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ.